3 ദിവസം കടലിന്റെ അടിയിൽ മുങ്ങിയ ഒരു കപ്പലിനുള്ളിൽ ഒരു മനുഷ്യൻ. ഇത് സിനിമയല്ല, യഥാർത്ഥ കഥയാണ്. ഹാരിസൺ ഒക്കെൻ എന്ന മനുഷ്യന്റെ കഥ. 2013 മെയ് നൈജീരിയയുടെ തീരത്തോട് ചേർന്ന അറ്റ്ലാന്റിക് സമുദ്രം. ജാക്സൺ 4 എന്ന ടഗ് ബോട്ട് സാധാരണ പോലെ ജോലി ചെയ്യുകയായിരുന്നു. കപ്പലിൽ 12 പേരുണ്ടായിരുന്നു. അവരിൽ ഒരാൾ കുക്കായ ഹാരിസൺ. ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറി. യാത്രക്കിടയിൽ ഒരു ഭീമൻ തിരമാല കപ്പലിനെ ശക്തമായി തട്ടി. അടുത്ത ചില സെക്കൻഡുകൾക്കുള്ളിൽ കപ്പൽ മുഴുവൻ മറിഞ്ഞു. വെള്ളം അകത്ത് കയറി. പിന്നാലെ ഇരുട്ട്, അലമുറകൾ, പിന്നെ കംപ്ലീറ്റ് സൈലൻസ്. ക്രൂ മെമ്പേഴ്സ് എല്ലാവരും കുടുങ്ങി. പക്ഷേ ഹാരിസൺ ഭാഗ്യവശാൽ ഒരു ചെറിയ ക്യാബിനിലേക്ക് രക്ഷപ്പെട്ടെത്തി. അവിടെ വെള്ളം മുഴുവനായി നിറയാത്ത ഒരു ചെറിയ എയർ പോക്കറ്റ്. പിന്നെ അതായി അവന്റെ ലോകം, അതായി അവന്റെ ജീവൻ. 30 മീറ്റർ ആഴത്തിൽ കംപ്ലീറ്റ് ഡാർക്ക്നെസ്. തണുത്ത വെള്ളത്തിൽ ഭക്ഷണമില്ല, വെള്ളമില്ല, ഒറ്റയ്ക്ക് ചുറ്റും മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾ. അവൻ ചെയ്തത് ഒന്ന് മാത്രം: പ്രാർത്ഥിച്ചു, കാത്തിരുന്നു. 60 മണിക്കൂറിന് ശേഷം റെസ്ക്യൂ ഡൈവേഴ്സ് എത്തി. അവർ കരുതിയത് ആ കപ്പലിൽ ആരും ജീവനോടെ ഇല്ല എന്നായിരുന്നു. അകത്ത് കടന്നപ്പോൾ ഒരാളുടെ കൈ ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഡൈവറെ പിടിച്ചു. അത് ഹാരിസൺ ആയിരുന്നു, ജീവനോടെ. ഡീകംപ്രഷൻ കാരണം അവനെ ഉടൻ പുറത്തെടുക്കാൻ പറ്റിയില്ല. അതിനാൽ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ അവനെ രക്ഷപ്പെടുത്തി. 12 പേരിൽ ഒരാൾ മാത്രം. ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രതീക്ഷ ഒരിക്കൽ പോലും വിടാതെ പിടിച്ചു നിന്നാൽ കടലിന്റെ അടിയിൽ കുടുങ്ങിയാലും നമുക്ക് അതിജീവിക്കാമെന്നാണ്.